നമസ്കാരം. ലോകത്തെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ് പോളണ്ട്. ബെലാറസിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ തന്നെ ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് ഇവിടേക്ക് ഇടിച്ചു കയറുന്നത്. ഇത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ആഭ്യന്തര പ്രശ്നങ്ങളെയൊക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് പോളണ്ട് ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവർ അതിർത്തിയിൽ അതിശക്തമായ തോതിലുള്ള ഒരു വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 300 മില്യൺ പൗണ്ട് ചെലവഴിച്ചാണ് ഈ ഒരു അതിർത്തിയിലെ വേലി നിർമ്മിച്ചിരിക്കുന്നത്. 2022 തന്നെ ഇതിൻ്റെ പണി പൂർത്തിയായി എങ്കിലും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാലമെടുത്തത് എന്നാണ് പോളിഷ് വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ സെൻസറുകളുണ്ട്, അതുപോലെ എല്ലാവിധ സംവിധാനങ്ങളും, ക്യാമറകളും അതുപോലെ പോലീസ് സന്നാഹങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി ആർക്കും സർക്കാരിൻ്റെ അനുമതി കൂടാതെ ഇങ്ങോട്ട് കയറാൻ കഴിയുകയില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ഇവിടെ കാവൽ നിന്നിരുന്ന സുരക്ഷാ സേനയെ ആക്രമിച്ച ചരിത്രം പോലും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ പോളണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെ ഒരു വിധത്തിൽ മെരുക്കിയെടുത്തത്. ഏതായാലും പോളണ്ട് ഇപ്പോൾ അവരുടെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ തന്നെ കാതലായ മാറ്റവും വരുത്തിയിട്ടുണ്ട്. റഷ്യയിൽ നിന്നോ ബെലാറസിൽ നിന്നോ ഒക്കെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇപ്പോഴും പോളണ്ടിലേക്ക് കുടിയേറാൻ പാടില്ല. പക്ഷേ അതിനുള്ള അഭയാർത്ഥികൾ അതാത് രാജ്യങ്ങളിൽ, അതായത് റഷ്യയിലെ ബെലാറസിലെയോ തലസ്ഥാനത്തുള്ള അവരുടെ ഇമിഗ്രേഷൻ ഓഫീസുകളിൽ കൊടുത്ത് അവിടെ നിന്ന് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ ഇനി പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. കൂടാതെ ഇപ്പോൾ പോളണ്ട് വലിയൊരു മതിൽ കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനും കോടികളാണ് ചിലവാക്കുന്നത്. 2028 ഇതിൻ്റെ പണി പൂർത്തിയാകുന്നത്. ഈ മതിലിൻ്റെ കൂടി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റഷ്യയിൽ നിന്നും ബെലാറസിൽ നിന്നുമുള്ള ആർക്കും തന്നെ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിൻ്റെ നിർമ്മാണത്തിനായി വലിയ തുകയാണ് പോളിഷ് സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നത്. കാരണം പോളണ്ട് എക്കാലത്തും ഭയപ്പെട്ടിരുന്ന ഒന്നാണ് ഈ അഭയാർത്ഥി പ്രവാഹം. പോളണ്ടിലെ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നത് ഈ റഷ്യയിൽ നിന്നും ബെലാറസിൽ നിന്നുമൊക്കെ തന്നെ പോളണ്ടിലേക്ക് അനധികൃതമായി കുടിയേറാൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ നാട്ടുകാരല്ല എന്നാണ്. ഇവർ ആഫ്രിക്കയിൽ നിന്നും ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ളവരാണ്. അവർ നേരത്തെ ചെറിയ ബോട്ടുകളിലും മറ്റുമായി പല സ്ഥലങ്ങളിലും എത്തി അവിടെ നിന്ന് റഷ്യയിലും ബെലാറസിലും ഒക്കെ കയറി പറ്റിയിരിക്കുകയാണ്. അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടായപ്പോഴാണ് ഇവർ ഇപ്പോൾ പോളണ്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഈ റഷ്യയിലേക്കും ബെലാറസിലേക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ചതോടുകൂടി അവിടുത്തെ സ്ഥിതിഗതികൾ മോശമായപ്പോഴാണ് ഇവർ പലരും അവിടെ നിന്ന് പോളണ്ടിലേക്ക് കുടിയേറാൻ തുടങ്ങിയിട്ടുള്ളത്. കുടിയേറ്റക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇത്തരം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിൽ പോലും ഈ വരുന്നവർ പലപ്പോഴും അത്ര നല്ല പശ്ചാത്തലത്തിൽ നിന്നല്ല വരുന്നത് എന്നുള്ളത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇവർ വ്യാപകമായ തോതിലുള്ള മറ്റ് അധോലോക പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങളുമൊക്കെ നടത്തുന്നവർ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോളണ്ടിന് ഇത് വലിയൊരു തലവേദനയായി മാറുന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് കോടികൾ ചെലവഴിച്ച് ഇത്രയും വലിയ മതിലുകളും കമ്പി വേലിയൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന പോളണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സം വരുന്ന രീതിയിലാണ് പലപ്പോഴും ഈ അനധികൃത കുടിയേറ്റം ഉണ്ടാകുന്നത് എന്ന കണ്ടെത്തലിനെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ പിന്നീട് പോളിഷ് സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ച് ഇത്രയും വലിയ മതിലും കമ്പി വേലിയൊക്കെ നിർമ്മിച്ച് ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോളിഷ് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് ബ്രിട്ടനിലേക്ക് ഇപ്പോഴും 10,000 അഭയാർത്ഥികളാണ് ചെറു ബോട്ടുകളിലും മറ്റുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ അവിടെ തടയാൻ സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെയാണ് പോളണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിട്ടിരുന്നത്. റഷ്യയിൽ നിന്നും ബെലാറസിൽ നിന്നുമൊക്കെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് അതിർത്തിയിലേക്ക് എത്തുന്നത്. ചിലർ അനുമതിയോട് കൂടിയും ചിലർ അനുമതി ഇല്ലാതെയും നുഴഞ്ഞു കയറുന്നതും വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടി സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എത്ര പണം മുടക്കിയാലും വേണ്ടില്ല, രാജ്യത്തിന് ഈ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കമ്പിവേലിയും മതിലുമൊക്കെ ഒരുക്കി ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ ഇപ്പോൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്.